ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 25 വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു. ഇന്നേ ദിനം തിരുസഭാ മാതാവ് സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശുവിനോടുള്ള സെബദീപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് വിവരിക്കുക. വിശുദ്ധ യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സെബദിയുടെയും സലോമിയുടെയും മകനും യോഹന്നാൻ അപ്പോസ്തലൻ്റെയും സഹോദരനുമാണ് യാക്കോബ് അപ്പോസ്തലൻ. അദ്ദേഹത്തെ വലിയ യാക്കോബ് എന്നും വിളിക്കുന്നു. യാക്കോബിന് ഈശോയേക്കാൾ 12 വയസ്സ് കൂടുതലായിരുന്നു. യാക്കോബിൻ്റെ അമ്മ ദൈവമാതാവിൻ്റെ സഹോദരിയായിരുന്നു. അപ്പൻ സെബദി ഒരു ഗലീലിയൻ മുക്കുവനായിരുന്നു. മത്സ്യം പിടുത്തക്കാരായ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചതിനു ശേഷം മുന്നോട്ടു പോകുമ്പോഴാണ് സെബദീപുത്രന്മാരെയും അപ്പോസ്തല ശുശ്രൂഷയ്ക്കായി യേശുനാഥൻ ക്ഷണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യത്തിലും നമുക്കിത് ദർശിക്കുവാൻ സാധിക്കും. ഇവരെ ഇടിനാദത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചിരുന്നു. പത്രോസിനോടൊപ്പം സെബദീപുത്രന്മാരും താബോറിലേക്കും ഗെത്സമനിയിലേക്കും യേശു കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ജായിറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോബ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ച മഹത് വ്യക്തിയായിരുന്നു. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയും വലിയ യാക്കോബ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അപ്പോസ്തലനായിരുന്നു. ഈ യാക്കോബിനും സഹോദരനും വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് അവരുടെ അമ്മ വഴി യേശുവിനോട് അഭ്യർത്ഥിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം. ഇവരുടെ ആഗ്രഹം ഇതായിരുന്നു: യേശുവിൻ്റെ രാജ്യത്തിൽ 2 പേരിൽ ഒരാൾ ഇടതുവശത്തും മറ്റേയാൾ വലതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണമെന്നായിരുന്നു. ഈ അഭ്യർത്ഥനയ്ക്ക് യേശുനാഥൻ 3 ഉത്തരങ്ങൾ നൽകുന്നു. ഒന്നാമതായി, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കണം. അതായത് സ്ഥാനം ലഭിക്കാൻ നിങ്ങൾ സഹനങ്ങൾ ഏറ്റെടുക്കണം. രണ്ടാമതായി, ദൈവരാജ്യത്തിലെ സ്ഥാനക്രമം നിശ്ചയിക്കുന്നത് യേശുവല്ല, പിതാവായ ദൈവമാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ആരായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് പിതാവായ ദൈവമാണ്. മൂന്നാമതായി, യേശുനാഥൻ പറയുന്നത് നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാനങ്ങളുടെ അർത്ഥം ശുശ്രൂഷയാണ്. ശിഷ്യരോട് യേശു വ്യക്തമായി പറയുന്നു, 43-ാം വാക്യത്തിലും 44-ാം വാക്യത്തിലും, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനുമത്രേ. ക്രിസ്തുവിൽ സ്നേഹിതരെ, ക്രിസ്ത്യാനികളായ നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലെ തീർത്ഥാടകരായ നാം സ്വർഗീയ ജെറുസലേമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പൂർണ്ണ വിശുദ്ധിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സ്വർഗം സ്വന്തമാക്കണമെങ്കിൽ, സ്വർഗത്തിൽ നിനക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈശോ സെബദീപുത്രന്മാർക്കും ശിഷ്യർക്കും നൽകിയ 3 വഴികൾ നിന്റെ ജീവിതത്തിലും നീ സ്വന്തമാക്കണം. ഒന്നാമത്തെ വഴി, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. ദൈവപിതാവിനെ പ്രീതിപ്പെടുത്തണം. ഒന്നാമത്തെ കൽപ്പന പൂർണ്ണമായി പാലിച്ചാൽ മാത്രം മതി. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. രണ്ടാമത്തെ വഴി എന്നത് സഹനങ്ങളുടെ വഴിയാണ്. സ്ഥാനം ലഭിക്കാൻ, സ്വർഗം ലഭിക്കാൻ നീ സഹനങ്ങൾ ഏറ്റെടുക്കണം. യേശുനാഥൻ പറയുന്നു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിലും ഇപ്രകാരം പറയുന്നു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച്
തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ജീവിതത്തിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, കടബാധ്യതകൾ, രോഗാവസ്ഥകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ എല്ലാം ഈശോയുടെ പീഡാസഹനത്തോട്, കുരിശോട് ചേർത്ത് വെച്ച് സഹോദരങ്ങളുടെ, മക്കളുടെ, ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ വിശുദ്ധീകരണത്തിനായി സമർപ്പിച്ച് കുരിശു ചുമക്കുവാൻ, സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ സഹനശക്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. മൂന്നാമത്തെ വഴി ശുശ്രൂഷകനാവുക എന്നതാണ്. വിശുദ്ധി പ്രാപിക്കാൻ, സ്വർഗം സ്വന്തമാക്കാൻ നീ എല്ലാവരുടെയും ശുശ്രൂഷകനാവുക, നീ എല്ലാവരുടെയും ദാസനാവുക, നീ അവസാനത്തെ ആളാവുക, നീ ചെറിയവനാവുക, ക്രിസ്തുവിനെ പോലെ. അപ്പോൾ ദൈവപിതാവ് നിങ്ങൾക്ക് സ്വർഗ കവാടം തുറന്നു നൽകും. യേശു നൽകുന്ന ഈ 3 വഴികൾ, അഥവാ യേശു നൽകുന്ന ഈ 3 ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വന്തമാക്കാം. വിശുദ്ധി പ്രാപിക്കാം, സ്വർഗത്തിൽ സ്ഥാനം നേടാം. വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.